ഞാൻ കിട്ടുന്ന എന്റെ കയ്യിൽ നിന്റെ കയ്യിലാണെങ്കിൽ കിട്ടിയെങ്കിൽ എനിക്ക് ആയിട്ട് ഞാനിപ്പോ വേണ്ട. നിങ്ങളിപ്പോ ഞാൻ എഴുതിക്കുന്നത് ഇനി പച്ച പ്രോപ്പറായി ചത്തുപോകും. ഞാൻ പേപ്പർ അത്യാവശ്യത്തിന്റെ സ്ഥിതി പറയാം. എനിക്ക് എഴുതാൻ അറിയത്തുന്നില്ലല്ലോ. എനിക്ക് മൊത്തം സമയം വിളിക്കാൻ അറിയത്തുന്നില്ല. എനിക്ക് വഴിയാ വിളിക്കാൻ. ഇതൊരു താപ്പു മനസ്സിലായി. ഇതൊരു താപ്പു നമ്മൾ ഒന്നിനും പറ്റിട്ടുള്ളത് അല്ലെങ്കിൽ പച്ചിട്ടിട്ടില്ല. 10 സമയം ഒന്ന് പച്ചിട്ടിട്ട് പോലെ ഞാൻ തന്നെയാണ് മതി. അറിയുന്നല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയാം എനിക്ക് സംഭവം എന്താണ്? നിങ്ങൾ എനിക്ക് അതൊന്നും വേണ്ട. കുടിക്കുമ്പോ എന്തോ ആക്കാണ്ട് തമ്മ എന്തോ അല്ലല്ലോ ഞാൻ തന്നെ വാദിക്കുന്നില്ല. പറയണല്ലേ അല്ല പുസ്തകം മുന്നോട്ട് അഭിപ്രായം കൊണ്ട് ഞാൻ കുട്ടി എന്താണ് ഇത് പ്രതികരിച്ചത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറഞ്ഞാലോ. താങ്കൾ ഇങ്ങനെ ഉണ്ട് എന്താ ഞങ്ങൾ സരിയാ തപ്പോ നിങ്ങളെ പൊന്നോ ഒന്നോ തന്നെ പിന്നെ കാശോ എനിക്ക് പറഞ്ഞില്ല. നിങ്ങൾ ഈ പറഞ്ഞ് എന്താ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത്? എന്തിനാണ് അത് നിങ്ങൾ പറഞ്ഞത്? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മനുഷ്യന്മാരെ കൊണ്ടിട്ടുണ്ടോ? പണിയൊന്നും നിനക്കില്ല. എന്തിനീ പറഞ്ഞു അറിയണ്ടേ? തെറ്റ് ശരിയാണല്ലോ. പറഞ്ഞ തെറ്റെന്ന് ലോകം തന്നെ അറിയൂ. എനിക്ക് നിങ്ങൾ ഞാൻ മാർപ്പാപ്പ തെറ്റില്ല. മുസ്ലിം വിഭാഗത്തിൽ ഉദാഹരണം മാർപ്പാപ്പ തെറ്റി ദിനെല്ലാം ചെയ്ത മാർപ്പാപ്പനോട് പോയിട്ട് പറഞ്ഞാൽ മതി. അല്ല ഞാൻ ചോദിക്കുന്നേ കേട്ടിനത്. അപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് നിങ്ങൾ പറഞ്ഞു തങ്ങൾ മാപ്പാക്ക. ഞാൻ മാപ്പാക്കി നല്ല മാപ്പാക്കും. അല്ല 99 സിഫത്തിലുണ്ട്. ആ സിഫത്തിൽ ഏതെങ്കിലും ഒരു സിഫത്തിൽ നിങ്ങൾക്ക് പുറത്ത് തന്നാലേ ചെയ്യൂ. അത്രയല്ലേ ഉള്ളൂ. അവ മാപ്പാക്കൊന്നും ഉറപ്പിച്ച അവസ്ഥ ഉണ്ടാകാതെ ഇല്ല. അല്ല ചോദിക്കും പറയാം. അങ്ങനെ 99 സിഫത്ത് അള്ളാഹുണ്ട്. ഇതിന് പിന്നെ എന്താണ് 99 കൊന്നിന് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചരിത്രമാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ മാപ്പാക്കി വെച്ച് അള്ളാഹു മാപ്പാക്കോ ഇല്ലേ അതാർക്കും പറയാൻ കഴിയൂല. ചെയ്യോ പറയാ ചെയ്യോ? അത് ഇങ്ങനെ അത് മാപ്പാക്കിയോ ഇല്ലെന്ന് അറിയലെവിടെ? ആ മനുഷ്യർ അള്ള മാപ്പാക്കിയിട്ടുണ്ട് അല്ലേ? ഇതിനൊന്നും ഞമ്മക്കിപ്പോ പറയാൻ കഴിയോ? ആക്കിപ്പത്ത് നന്നാവും. ഈ ആക്കിപ്പത്ത് നന്നാന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ ഇവിടെ. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കാം. മുസ്ലിമായി ജനിച്ച് ആര് പറഞ്ഞോ? മുസ്ലിമായി ജനിച്ച് ആര് പറഞ്ഞോ? മൂപ്പരെന്തിനാ പറയണോ? മൂപ്പ് എന്തിനാ പറയണോ? അത് പറയാം. എന്തിനാ മൂപ്പർ പറയണോ? മൂപ്പറും ലഭ്യാണ് പറയാം. എന്തിനാ മൂപ്പർ പറയണം? കാരണം അവസാനം എന്താന്ന് ആർക്കും പറയാനില്ല. അല്ല മൂപ്പറെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ? ഞാൻ ഓൾ പെർമിഷൻ അല്ലേ? നബീം സ്വർഗത്തിൽ തന്നെ അല്ലേ? എന്തിനാണ് മൂപ്പറത് പറയണോ? നിങ്ങൾ പറയും നിങ്ങൾ പഠിച്ചാണല്ലേ. എനിക്ക് തീരെ വിവരം ഞാൻ കാവ്യാനം കൂടി പറ്റൂല. അങ്ങനത്തെ ഞാൻ നിങ്ങൾ പഠിച്ചാലുണ്ടോ? നല്ല ഹൈ ലെവൽ പഠിച്ചവരാണല്ലോ. ഡിഗ്രിയിലാണ് പഠിച്ചു വാങ്ങ ഉള്ളവരാണ് നിങ്ങൾ. നിന്റെ ബാറ്ററി പൗഡറുണ്ട്. ബാറ്ററി ചാർജിങ് കൊടുക്കട്ടെ. കേക്കില്ലേ? ബാറ്ററി വാടുണ്ട്. നിങ്ങൾ സൗണ്ട് ഇല്ലേ? അല്ല മൊബൈലല്ല, മൊബൈൽ ബാറ്ററി അല്ല. എസ് വിളിക്കണം.
തന്ന പറഞ്ഞിട്ട് നേരെ പറഞ്ഞു നിങ്ങൾ പോവാ ഇല്ലെങ്കിൽ അതേ ജീപ്പിൽ പോയി വരും ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് മറുപടി കിട്ടും. നിങ്ങളെല്ലാം അല്ല ഞാൻ ഇപ്പൊ മനസ്സിലാവുന്നത് ഇപ്പൊ ഇങ്ങനത്തെ സംഭവം ഇതായി ഇത് പത്രികാഗോഷ്ഠി വിളിച്ച് ഞാൻ വിളിച്ചതല്ല വിളിച്ചത് പത്രികാഗോഷ്ഠിക്ക് പറഞ്ഞു അത് പോയിട്ട് ഇതായി ഞാൻ മാത്രമല്ല ഞാൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഞാനൊരക്ഷരം ഇതായിട്ട് പറഞ്ഞിട്ടില്ലെന്നല്ല എന്തെങ്കിലും ഇതായിട്ട് തങ്ങളെ ഇതാക്കിച്ചോ തങ്ങളെ തങ്ങളെ ഗൗരവം ഉണ്ട് തോന്നിന് എന്റെ പൊരന്നും കൂടി തങ്ങളെ തരുന്നുണ്ട് ഇതായി തങ്ങളെ എന്റെ തങ്ങളെ അതുകൊണ്ട് ഇതിപ്പോ നിങ്ങളെല്ലാം ചെല്ലുമ്പോൾ തങ്ങളെ പേരും ചെല്ലുന്ന ഉദ്ദേശം തങ്ങളെ നീതി കിട്ടും തയ്ക്കേണ്ട ഇതാക്കേണ്ട തീരുമല്ല അത് എന്തെങ്കിലും അത് പിന്നെ വേറെ ഇങ്ങനെ വേറെ ലൈനിൽ തന്നെ പോകുന്നു ഇതായിട്ട് അപ്പൊ അതുകൊണ്ട് തങ്ങളെ പറഞ്ഞാൽ തങ്ങൾക്കല്ലേ അല്ല മാത്രല്ല ഒന്നായി തങ്ങളല്ല എന്നുള്ള വാക്ക് തന്നെ ഫലം പറഞ്ഞിട്ടില്ല അത് ഒരു അത് ഞാൻ പിന്നെ ആ പത്രക്കാരുടെ കളവ് പറയോ ഇങ്ങനെ കളവ് പറയോ അത് ഞാൻ കൂട്ടണ്ടേ നിങ്ങൾ ഇന്നലെ കളയുമ്പോൾ നിങ്ങൾ എല്ലാം കളവെന്ന് തന്നെ പറയും എനിക്കറിയാം. അത് വേറെ ആളെ പറയുന്നല്ലോ എല്ലാവരും ഇപ്പൊ പത്രക്കാരും വരുന്നില്ല നിങ്ങൾ നോക്ക് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വിമാനുണ്ടെങ്കിൽ എനിക്ക് ആരും എന്ത് പറയാം എന്ത് പറയാൻ നിനക്ക് ഈ പത്ര സമ്മേളനത്തിന് ഈ ശൈത്താനും മറ്റൊരു ശൈത്താനും എല്ലാ ശൈത്താനും അവിടെ ഉണ്ട്. എന്നാൽ നിനക്ക് അത്ര കുറച്ചൊരു ഈമാൻ ഉണ്ടെങ്കിൽ നീ അതിനെ എത്തിച്ചില്ലേ അർത്ഥം. നിനക്ക് എന്തുകൊണ്ട് അവിടുന്ന് ഗണിച്ചൂടാ? നിനക്ക് നാളെ അപ്പൊ നീ അവിടെ കഴിവില്ലേ? കുറച്ച് ആ കഴിവ് ഈമാൻ സൈപ്പിനുണ്ടെങ്കിൽ ഒറ്റന് അങ്ങനെ പറയുമ്പോൾ നീ അനുകൂലിച്ചില്ലല്ലേ അപ്പൊ കിട്ടുന്നത്. നീ മുണ്ടല്ലേ ശരിയാണ്, നീ മുണ്ടേ വേണ്ട. നീ അനുകൂലിച്ചില്ലല്ലേ ഇനി കിട്ടുന്നത്. നീ പിന്നെ എന്തിനു കൊണ്ട് നീ നേരത്തേക്കാ കള്ളു കുടിച്ചില്ല ഇല്ലല്ലേ? കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ, കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ. കുടിച്ചാ കള്ളു കുടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമില്ല. കാരണം കള്ളു കുടിച്ചാൽ ദിവസം അതിപ്പോ ഈ വാട്ട് ഇതിനെ നമുക്ക് നോക്കാതെ ഇല്ല നോക്കാൻ അതൊന്നും വെച്ചില്ലല്ലേ. അല്ല എനിക്ക് വിവരം ഇല്ല. ഞാൻ പോയിട്ട് ഇമാമത്ത് നിൽക്കാൻ പോയി എന്റെ പറ്റില്ല. അത്ര മോശമാണ് ഞാൻ. നിങ്ങളാ കാലത്ത് മോശമാണ്. ആളുകളെങ്കിൽ തങ്ങൾക്ക് നമുക്ക് കൂടെ വേണ്ടിയിട്ടാക്കിയ തങ്ങൾ തീരെ മനസ്സില്ല. അവർ മഹാന്മാർ കൂടിക്ക് അവരാക്കി അതിനെ വെച്ചിട്ട് അല്ല അതെന്തെങ്കിലും ഞങ്ങൾക്ക് അറിയോ? ഞാൻ ഇമാമത്ത് പോയി നിൽക്കാൻ പറ്റാത്തവർ ഞാനാണ്. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കൂറാത്തങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട കൂറത്തങ്ങൾ നമ്മുടെ ഉള്ളാള പ്രദേശത്ത് ഖാദിയായി നിയമിച്ച ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാർ അതിനെ ആക്ഷേപിച്ചും കൊണ്ട് പ്രഭാഷണം നടത്തിയത് കൊണ്ടാണ് അവിടെ ആ മുസ്ലിയാരെ കൊണ്ടുവന്ന് അവർ ചോദ്യം ചെയ്യുന്ന ഒരു ദൃശ്യമാണ് സഹോദരന്മാരെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും, നമുക്ക് ഒരു ഖാദിയായാലും ഒരു പഞ്ചായത്ത് മെമ്പറായാലും അതല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആയാലും ഏതായാലും ഏത് പാർട്ടിയുടെ ഏത് ഭാഗത്തെ ഏതാളാണെങ്കിലും അത് തെരഞ്ഞെടുക്കുന്നത് വരെ മാത്രമാണ് അതിന്റെ മത്സരവും അതിന്റെ ആക്ഷേപവും. അദ്ദേഹം ആവശ്യമില്ല എന്നോ അദ്ദേഹം പാടില്ല എന്നോ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കരുത് എന്നോ, ഇതെല്ലാം രാഷ്ട്രീയമാണെങ്കിലും ദീനിയായ കാര്യമാണെങ്കിലും ഏതാണെങ്കിലും ഒരാൾക്ക് ഒരു പദവി കൊടുക്കുമ്പോൾ ഒരു പദവി കൊടുക്കുന്നത് ഭൂരിപക്ഷമായി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഭിന്നാഭിപ്രായമുള്ളവർ എതിരഭിപ്രായമുള്ളവർ കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിലും ഒരാൾ തെരഞ്ഞെടുത്തതിന് ശേഷം ഒരു
ഉദാഹരണത്തിന് കൂറത്തങ്ങൾ തന്നെയാണ് ഉള്ളിടത്ത് ഒരു ഖാദിയായി നിയമിച്ചതിന്റെ ശേഷം നമ്മൾ ആരും അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. എങ്കിലും ഇനിയിപ്പോ വരുന്നത് കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ് അവിടെ ഖാദിയായി വരുന്നത്. അത് നമ്മൾ 2 ദിവസത്തിന് മുമ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ ഒരു വീഡിയോ ഇട്ടതാണ്. അതാണ് അവിടുത്തെ ഖാദിയായി ഇനി AP ഉസ്താദിനെ തെരഞ്ഞെടുക്കും. അതല്ല ഈ കഴിഞ്ഞു പോയ കാര്യത്തിലാണെങ്കിലും ഇനി വരുന്ന കാര്യത്തിലാണെങ്കിലും അദ്ദേഹം അവിടെ ശരിയായില്ല എന്നുള്ള വാക്തർക്കങ്ങൾ, ഒരു ഭിന്നാഭിപ്രായങ്ങൾ, ഭിന്ന സ്വരങ്ങൾ എന്തുണ്ടെങ്കിലും തെരഞ്ഞെടുക്കുന്നത് വരെ മാത്രമാണ്. തെരഞ്ഞെടുത്തതിന് ശേഷം ഉദാഹരണം നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് വരെ നമുക്ക് പ്രധാനമന്ത്രി മോദി വേണ്ട, ഇനി വേറെ രാഹുൽ വന്നാലോ അല്ലെങ്കിൽ ഖർഗെ വന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ വന്നാലോ എന്നാണ് നമ്മുടെ അഭിപ്രായമെങ്കിലും തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. മോദിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി. അപ്പോൾ ഇവിടെ എല്ലാ ഇന്ത്യൻസിനും മോദിയാണ് പ്രധാനമന്ത്രി. അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കൽ നമ്മുടെ കടമയാണ്. അത് നമ്മുടെ കടമ, നമ്മുടെ ദീൻ അത് തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത്. നമ്മളെ നാട്ടിനെ ഇഷ്ടം വെക്കുകയും അതിനെ ഭരിക്കുന്നവരെയും നമ്മൾ അംഗീകരിക്കുന്നതും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ മോദി നമുക്ക് പ്രധാനി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. അത് തെരഞ്ഞെടുക്കുന്നത് വരെ രാഷ്ട്രീയമായും നമുക്ക് കളിക്കാം, രാഷ്ട്രീയമായും എതിർക്കാം, എതിരഭിപ്രായം പറയാം. തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം മോദിയാണെങ്കിലും അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നത് നമ്മുടെ കടമയാണ്. അതുപോലെ ഒരു ഖാദിയായാലും ഒരു ലോക്കൽ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ദീനീപരമാണെങ്കിലും ഒരാളെ തെരഞ്ഞെടുത്തതിന് ശേഷം ഭിന്നാഭിപ്രായം, ഭിന്നസ്വരം പറയാൻ പാടില്ല. ഒരു പള്ളിയിൽ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു, അതല്ലെങ്കിൽ സെക്രട്ടറിനെ തെരഞ്ഞെടുക്കുന്നത് വരെ നമുക്ക് കഴിവിന്റെ പരമാവധി നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പറയാം, അതിനെ തെറ്റിക്കാൻ നോക്കാം. തെറ്റില്ലെങ്കിൽ അവിടെ ഭൂരിപക്ഷം കണ്ടാൽ ആര് വേണമെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായാൽ മതി. എവിടെയാണെങ്കിലും അതാണ് നടക്കുന്നത്. ആ ഭൂരിപക്ഷത്തിനാണ് ഉള്ള ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിനാണ് അവിടെ കിട്ടുന്ന സപ്പോർട്ട്, അവിടെ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരാണെങ്കിലും എപ്പോഴാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ അംഗീകരിക്കുകയും വേണം. ഇതാണ് നമുക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.